തീപ്പെട്ടിയിൽ കൊള്ളി തീർന്നമ്മവ. ദാരിദ്ര്യം പറയാതടി. എന്താടോ ഒരു തീപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാൻ പോലും ഇവിടെ ആളില്ലേ? ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു അമ്മവ. കല്യാണം നിശ്ചയിച്ച പിന്നെ ദിനേശിട്ട് ഈ ലോകത്തൊന്നുമല്ല. മുറി അടച്ചിട്ടിരുന്നു ഒരേ ചിന്ത എപ്പോഴും. ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല. ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ. ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. എന്റെ ആദ്യത്തെ കല്യാണല്ലേ, അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ. അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട. മൂക്ക് മുട്ടത്തിന്ന് ഏമ്പക്കം വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ കുറച്ചു പേരെ ക്ഷണിച്ചാ മതി. അത് പോരാ, അത് പോരാ. നീ ഞങ്ങള് പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. അല്ലെങ്കിൽ ഇപ്പൊ അതിന് മാത്രം പണം എവിടുന്ന? പ്രസ് നടത്തി നടത്തി നീ ഒരു വഴിയാക്കിയില്ലേ? ഇനി സമയമില്ലടോ. താലി പണിയിപ്പിക്കണം, ഡ്രസ് എടുക്കണം, പന്തലിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കണം. മൈക്ക് സെറ്റും പാട്ടും വേണം. അയ്യരാ, മൈക്ക് സെറ്റും പാട്ടും എന്തിനാ? ഭിക്ഷക്കാരെ അറിയിക്കാനോ? അല്ലേലും അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാട്. അല്ല പിന്നെ. ആ ചേട്ടാ, പ്രകാശിന്റെ കത്തുണ്ടായിരുന്നു. അവൻ കല്യാണത്തിന് വരില്ല അത്രേ. ജോലി ചേർന്നല്ലേ ഉള്ളൂ, ലീവ് കിട്ടാൻ പ്രയാസമാണെന്ന്. വേണ്ട, പിന്നെ വരട്ടെ. ഇപ്പൊ ജോലി ശ്രദ്ധിക്കട്ടെ. എന്നാലും സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് വരില്ല എന്ന് വെച്ചാല് എന്താ കുഴപ്പം? അല്ല എന്നാലും ജോലി അതിരിക്കട്ടെ. കല്യാണ കത്തിദേവരെ അടിച്ചു തീർന്നില്ലേ? പ്രസ്സിൽ തിരക്കായിരുന്നു, ഇന്ന് അടി തുടങ്ങും. ഇനി സമയമില്ലടോ. ആ കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ. തളത്തിൽ ചന്തുനായരുടെ അനന്തരവനുമായ ദിനേശന്റെ വിവാഹം. അത് വെച്ച് 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 അത് വേണം, അത് വേണം. എടാ നീ ഒന്ന് പോയി കുളിച്ചേ, വേഗം ചെല്ല്. തോർത്ത് സോപ്പൊന്നും വേണ്ടേ? ഞാൻ മറന്നു. പിന്നെ അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ വെച്ചുള്ള നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല. ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം മാത്രല്ലേ പറഞ്ഞുള്ളൂ. എന്തിനാ ഇത്ര വെപ്രാളം പരിവേശമൊക്കെ? ക്ഷണക്കത്തുമായിട്ട് അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയൂ. ഞാൻ ആ തട്ടാനൊന്ന് കാണട്ടെ. ആ ചേട്ടാ, ദിനേശന്റെ കാര്യം ചേട്ടൻ അറിയാവല്ലോ. വിഡ്ഢിത്തങ്ങളെ കാണിക്കൂ. എല്ലാ കാര്യവും നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കും. നിന്റെ ധിക്കാരം കൂടെ കൂടുന്നുണ്ട്.